പ്രകാശത്തിൻ്റെ പ്രതിപതനം അഥവാ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഈ ഒരു ടോപ്പിക്ക് വരുന്നുണ്ട്. അപ്പോൾ SCERT മലയാളം മീഡിയം ബേസ് ചെയ്തിട്ടുള്ള ഒരു ലെക്ചറാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രതിപതനം എന്ന ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം എന്താണ് പ്രകാശം, എന്താണ് ലൈറ്റ്? വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന ഒരു ഊർജ രൂപമാണ് പ്രകാശം. നമ്മൾ എല്ലാ വസ്തുക്കളെയും കാണുന്നത് പ്രകാശത്തിൻ്റെ സഹായത്തോടെയാണ്. നമ്മളിപ്പോൾ ഒരു ഇരുട്ടുമുറിയിൽ കയറിയെന്ന് വിചാരിക്കാം, നമുക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വസ്തുക്കളെയും കാണാൻ പറ്റും. അപ്പോൾ പ്രകാശം വസ്തുക്കളിൽ തട്ടി പ്രതിപതിച്ച് തിരിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നമുക്ക് വസ്തുവിനെ കാണാൻ കഴിയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു പൂവിനെ കാണുകയാണ്. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ആ പൂവിൽ തട്ടി പ്രതിപതിച്ച് തിരിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നമ്മൾ ആ പൂവിനെ കാണുന്നത്. അതുപോലെ തന്നെ കണ്ണാടിയിൽ നമ്മുടെ പ്രതിബിംബം കാണുന്നതും പ്രകാശത്തിൻ്റെ സഹായത്തോടെയാണ്. പ്രകാശത്തിൻ്റെ വേഗത 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അതായത് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. നമുക്കറിയാം, സൂര്യനും ഭൂമിയും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്, ഇല്ലേ? ഒരുപാട് കിലോമീറ്ററുകൾ ദൂരമുണ്ട്. പക്ഷേ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ ഒരു 7-8 മിനിറ്റ് മതി. കാരണം പ്രകാശത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇടിയും മിന്നലും ഉണ്ടാവുകയാണെന്ന് വിചാരിക്കാം. ഏതാണ് നമുക്ക് ആദ്യം ഫീൽ ചെയ്യുക? മിന്നലാണ്, അല്ലേ? അപ്പോൾ ശബ്ദത്തിനേക്കാൾ വേഗതയാണ് പ്രകാശത്തിന്. പ്രകാശം സഞ്ചരിക്കുന്നത് നേർരേഖയിലാണ്. ഈ നേർരേഖയിലുള്ള സഞ്ചാര പാതയെ നമുക്ക് പ്രകാശരശ്മി എന്ന് വിളിക്കാം. പ്രകാശരശ്മികളുടെ ഒരു കൂട്ടത്തെ ബീം ഓഫ് ലൈറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഒരു പ്രകാശ സ്രോതസ് എടുക്കാം. എക്സാമ്പിളായിട്ട് നമുക്ക് ടോർച്ച് എടുക്കാം. ആ ടോർച്ചിൽ നിന്നുള്ള ലൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പ്രകാശരശ്മികളുടെ ഒരു കൂട്ടമാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രകാശത്തിൻ്റെ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇനി പ്രതിപതനം എന്താണെന്ന് നോക്കാം. പ്രതിപതനം അഥവാ റിഫ്ലക്ഷൻ. പ്രകാശം ഒരു വസ്തുവിൻ്റെ പ്രതലത്തിൽ തട്ടി അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നതിനെയാണ് പ്രതിപതനം എന്ന് പറയുന്നത്. പ്രകാശത്തിൻ്റെ റിഫ്ലക്ഷന് 2 നിയമങ്ങൾ പാലിച്ചിരിക്കണം. അതിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് റിഫ്ലക്ഷൻ്റെ ഒരു ഡയഗ്രാം നോക്കാം. നമ്മൾ ഒരു പ്രകാശ സ്രോതസ് യൂസ് ചെയ്തിട്ട് ഒരു മിനുസമുള്ള പ്രതലത്തിലേക്ക് പ്രകാശത്തെ പതിപ്പിക്കുന്നു. അതിൽ ഒരുപാട് പ്രകാശരശ്മികൾ ഉണ്ടാവും. അപ്പം നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ കളക്ഷൻ ഓഫ് ലൈറ്റ് റേസിൽ നിന്ന് ഒരൊറ്റ പ്രകാശരശ്മിയെ കൺസിഡർ ചെയ്യുന്നു. പതനരശ്മി പ്രതലത്തിൽ പതിക്കുന്ന ആ ഒരു പോയിന്റിനെ, ആ ഒരു ബിന്ദുവിനെ പതന ബിന്ദു എന്ന് പറയാം. അതുപോലെ തന്നെ പ്രതിപതനത്തിന് ശേഷം തിരിച്ചു പോകുന്ന പ്രകാശരശ്മിയെ പ്രതിപതന രശ്മി എന്ന് പറയുന്നു. ഈ ഒരു പ്രതലത്തിലേക്ക് നമ്മളൊരു ലംബം വരക്കുന്നു. ഈ പതനരശ്മിയും ലംബവും തമ്മിലുള്ള കോണിനെ പതനകോൺ എന്ന് പറയാം. പ്രതിപതന രശ്മിയും ലംബവും തമ്മിലുള്ള കോണിനെ പ്രതിപതന കോൺ എന്നും പറയാം. പതനകോണിനെ I എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു, പ്രതിപതന കോണിനെ R എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ റിഫ്ലക്ഷനിൽ 4 ടേംസാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്: പതനരശ്മി, പ്രതിപതനരശ്മി, പതനകോൺ, പ്രതിപതനകോൺ. അപ്പോൾ നമുക്ക് ഈ 4 ടേംസ് ഒന്ന് പറഞ്ഞു നോക്കിയാലോ. പതനരശ്മി അഥവാ ഇൻസിഡൻറ്റ് റേ. വസ്തുവിലേക്ക് പതിക്കുന്ന പ്രകാശരശ്മിയെ പതനരശ്മി എന്ന് പറയുന്നു. ഓക്കെ, പ്രതിപതനരശ്മി അഥവാ റിഫ്ലക്റ്റഡ് റേ. വസ്തുവിൽ തട്ടി തിരിച്ചു പോകുന്ന പ്രകാശരശ്മിയെ പ്രതിപതനരശ്മി എന്ന് പറയുന്നു. പതനകോൺ, ഇൻസിഡന്റ് ആംഗിൾ. പതനരശ്മിയും ലംബവും തമ്മിലുള്ള കോണിനെ പതനകോൺ എന്ന് പറയുന്നു. പ്രതിപതനകോൺ, റിഫ്ലക്റ്റഡ് ആംഗിൾ. പ്രതിപതനരശ്മിയും ലംബവും തമ്മിലുള്ള കോണിനെ പ്രതിപതനകോൺ എന്ന് പറയുന്നു. ഇനി നമുക്ക് പ്രതിപതന നിയമങ്ങളിലോട്ട് പോവാം. ലോസ് ഓഫ് റിഫ്ലക്ഷൻ. 2 നിയമങ്ങളാണ് റിഫ്ലക്ഷൻ ഉള്ളത്. അതിൽ ഒന്നാമത്തത്, മിനുസമുള്ള പ്രതലങ്ങളിൽ തട്ടി പ്രകാശം പ്രതിപതിക്കുമ്പോൾ പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. അപ്പം നമ്മൾ ഒരു പ്രതലം കൺസിഡർ ചെയ്തു, അതിലേക്കുള്ളൊരു റിഫ്ലക്ഷനും കൺസിഡർ ചെയ്തു. അപ്പോൾ
പതനരശ്മി ഏത് ആംഗിളിലാണോ പതിക്കുന്നത് അതേ ആംഗിളിലായിരിക്കും പ്രതിപതനരശ്മി തിരിച്ചു പോകുന്നത്. ഓക്കെ, I=R. ഈ ഒരു ചിത്രത്തിൽ 40 ഡിഗ്രിയിലാണ് പതനരശ്മി പതിച്ചിട്ടുള്ളത്. പ്രതിപതനരശ്മി തിരിച്ചു പോകുന്നതും 40 ഡിഗ്രിയിലാണ്. പതനരശ്മിയെ നമ്മൾ മാറ്റിക്കൊണ്ട് വരികയാണെന്ന് വിചാരിക്കുക, അതിനനുസരിച്ച് പ്രതിപതനരശ്മിയും മാറിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ നിയമം, പതനരശ്മിയും പ്രതിപതനരശ്മിയും പതനബിന്ദുവിലേക്ക് പ്രതിപതനത്തിന് വരയ്ക്കുന്ന ലംബവും ഒരേ തലത്തിലായിരിക്കും. പ്രതിപതനം 2 തരത്തിലാണുള്ളത്. ക്രമപ്രതിപതനം, വിസരിത പ്രതിപതനം. അതായത് റെഗുലർ റിഫ്ലക്ഷൻ ആൻഡ് ഇർറെഗുലർ റിഫ്ലക്ഷൻ. ക്രമപ്രതിപതനം എന്താണെന്ന് വെച്ചാൽ, മിനുസമുള്ള പ്രതലത്തിൽ പതിക്കുമ്പോൾ പ്രകാശം സമാന്തരമായി പ്രതിപതിക്കുന്നു. നമ്മളിപ്പോൾ ഒരു കണ്ണാടിയിൽ പ്രകാശം പ്രതിപതിക്കുന്നത് ക്രമപ്രതിപതനത്തിന് ഉദാഹരണമാണ്. മിനുസമുള്ള ഏതൊരു പ്രതലത്തിലും പ്രകാശം പതിക്കുമ്പോൾ സമാന്തരമായിട്ടാണ് പ്രതിപതിക്കുന്നത്. ഇനി വിസരിത പ്രതിപതനം എന്ന് വെച്ചാൽ എന്താണ്? മിനുസമല്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ പ്രകാശം ക്രമരഹിതമായിട്ടാണ് പ്രതിപതിക്കുന്നത്. നമുക്ക് ഫിഗർ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഫിഗറിലുള്ളത് ക്രമപ്രതിപതനത്തിന് ഉദാഹരണമാണ്. എല്ലാ പതനരശ്മിയും പ്രതലത്തിൽ തട്ടി തിരിച്ച് പ്രതിപതിക്കുന്നത് സമാന്തരമായിട്ടാണ്. വിസരിത പ്രതിപതനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഓരോ പതനരശ്മിയും പ്രതിപതനത്തിന് ശേഷം ക്രമരഹിതമായിട്ടാണ് പ്രതിപതിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ പ്രതിപതന നിയമങ്ങൾ അനുസരിച്ചിരിക്കണം. ആദ്യത്തെ എക്സാമ്പിളായിട്ട് നമ്മൾ ഒരു മിററിനെ എക്സാമ്പിളായിട്ട് എടുക്കുമ്പോൾ അതിൽ ഇതേപോലെ തന്നെ പതനകോണും പ്രതിപതനകോണും തുല്യമായിട്ട് എല്ലാ പ്രതിപതന രശ്മികളും സമാന്തരമായിട്ട് പ്രതിപതിക്കുന്നു. ഇനി നമ്മളൊരു പേപ്പർ എടുത്തു വിചാരിക്കുക. പേപ്പർ നമ്മൾ കാണുമ്പോൾ സ്മൂത്ത് ആയിരിക്കും, എങ്കിലും മൈക്രോസ്കോപ്പിക് ലെവലിൽ നോക്കുമ്പോൾ അതിൽ റഫ് സർഫസ് ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെയും പ്രതിപതന നിയമങ്ങളെല്ലാം അനുസരിക്കുന്നുണ്ട്. പതനകോണും പ്രതിപതനകോണും തുല്യം തന്നെയാണ്, പക്ഷെ റഫ് സർഫസ് ആയ കാരണം അതൊരു ക്രമരഹിതമായിട്ടാണ് പ്രതിപതിക്കുന്നത്. ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കിയേ, എന്താണ് പ്രകാശം, എന്താണ് പ്രതിപതനം, എന്തൊക്കെയാണ് പ്രതിപതന നിയമങ്ങൾ, 2 തരത്തിലുള്ള പ്രതിപതനം ഏതൊക്കെയാണ്? അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.